ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കസ്റ്റമർ ബൾക്ക് എഡിറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഒന്നിലധികം കസ്റ്റമറിനെ ഒരേ സമയം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് യൂട്ടിലിറ്റീസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. യൂട്ടിലിറ്റീസ്, ദെൻ കസ്റ്റമർ ബൾക്ക് എഡിറ്റ് സെലക്ട് ചെയ്യുക. നമ്മളുടെ അടുത്തുള്ള എല്ലാ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇത് 50 ആയിട്ട് നമ്മൾ മിനിമൈസ് ചെയ്തിരിക്കുവാണ്. കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൂട്ടി കൊടുത്തിട്ട് സെർച്ച് കസ്റ്റമർ നെയിമിൽ ക്ലിക്ക് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്താൽ മതി. അപ്പം മോർ ഡീറ്റെയിൽസ് വരും. ഇപ്പോൾ എൻ്റെ ഇതിൽ കുറച്ച് കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യുക. കസ്റ്റമറിൻ്റെ എന്ത് ഡീറ്റെയിൽസ് ആണോ ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുക. എഡിറ്റ് ചെയ്യുക. എത്ര ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണോ അത്രയും ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യുക. അതിനുശേഷം സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് സേവ് ഓപ്ഷൻ. സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ഡേറ്റഡ് റെക്കോർഡ് എന്ന് പറഞ്ഞു വരും. ഇതിൽ നമ്മൾ എന്തൊക്കെയാണോ അപ്ഡേറ്റ് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ ID കാണിക്കും. then ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ബൾക്കായിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ ബൾക്ക് എഡിറ്റ് ഓപ്ഷനിൽ പോവുക. യൂട്ടിലിറ്റീസിൽ കസ്റ്റമർ ബൾക്ക് എഡിറ്റ്. Okay, thank you for watching this video. Thank you.